ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടെസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ കൊണ്ടാട്ടം റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ചിക്കനായിട്ട് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു 2.25 കിലോയൊക്കെ ഉണ്ടാവും കേട്ടോ. അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പം നമ്മൾ എരിവ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ പിള്ളേർക്ക് എരിവ് കൂടിയാൽ ചിലപ്പോൾ കഴിക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണാണ് കേട്ടോ എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടി ചേർത്തത്. പിന്നെ ചേർത്ത് കൊടുത്തത് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ വരാൻ പാകത്തിന് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോൺഫ്ലോർ കേട്ടോ, ഒരു 2-3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണ്ടേ. ഇനി ഒരു പുളി കിട്ടുന്നതിന് വേണ്ടിയിട്ട് മറ്റേ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറുനാരങ്ങയുടെ നീരുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി എല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതേപോലെ മസാലയൊക്കെ ഒന്ന് തിരുമ്മിയെടുത്തതിന് ശേഷം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ടേ. അതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഉരുളിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം കറിവേപ്പിലയും പിന്നെ ചിക്കൻ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു അടുപ്പിലാകുമ്പോഴത്തേക്കും ഗ്യാസിൽ 2-3 പ്രാവശ്യമായിട്ട് വറുത്തെടുക്കേണ്ടി വരും. അത് കാരണം ഞാൻ പുറത്ത് അടുപ്പിൽ അത് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്കൊരു 6 ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് കോരി വയ്ക്കാം കേട്ടോ, കാരണം ചിക്കൻ റെഡിയായി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഇനി അതേ എണ്ണയിലേക്ക് ഒരു 1/2 കപ്പ് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ കൊണ്ടാട്ടം റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ചുവന്നുള്ളി മാത്രമാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ചുവന്നുള്ളിയും ഒരു വലിയ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ചിക്കൻ വറുത്തപ്പോൾ ഇച്ചിരി എണ്ണ ഇരിക്കണ്ടായിരുന്നേ, ആ ഒരു എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തതാണ്. ഈ ഒരു മസാല പെട്ടെന്ന് നിങ്ങൾ വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1.5 ടീസ്പൂണൊക്കെ അളവിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു കുടപ്പൻ വെളുത്തുള്ളിയും കൂടി പൊടിയായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേസ്റ്റായിട്ടുണ്ടെങ്കിൽ ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതിയേ. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം ഇതിലേക്ക് മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ലോണം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇതിലേക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണ്ടേ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. അപ്പോൾ 20 രൂപയുടെ പാക്കറ്റാണ്, അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പം സോസ് കൂടുതലായിട്ടിരുന്നിട്ടേ ചിക്കന് നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ലൊരു മധുരമായിരിക്കും. ഇതിപ്പോൾ പാകത്തിനുണ്ട്, ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതേപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ഇച്ചിരി പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം ആ ഒരു മസാലയ്ക്ക് ഒന്ന് മിക്സായി കുഴഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കുറച്ച് ഉപ്പ് കുറവായിട്ടുണ്ട്. കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻറ്റിൽ അറിയിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതേപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് നമ്മൾ വറുത്തിട്ട് മാറ്റി വെച്ചിരുന്ന ആ ഒരു ഉണക്കമുളകും കറിവേപ്പിലയില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.